എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ കൊണ്ടാട്ടം മുളക് തൊടുകറി ഉണ്ടാക്കിയിട്ടിരുന്നു, വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് പേരെ കണ്ടിരുന്നു. അടിപൊളി ടേസ്റ്റായൊരു കൊണ്ടാട്ടം മുളക് തൊടുകറിയായിരുന്നു കേട്ടോ. അച്ചാറെന്ന് വേണമെങ്കിൽ പറയാം, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പേരൊക്കെ മാറ്റി മറിക്കാം. അപ്പോൾ അത് കുപ്പിയിലാക്കി വയ്ക്കുന്നതാണ് അതിൻ്റെ ചെറുതായ പരിപാടികൾ. കുപ്പിയിലൊക്കെ ആക്കി വയ്ക്കുകയാണ്. അത് ചൂടാറിയ ശേഷം നമുക്ക് കുപ്പിയിലാക്കി വയ്ക്കുള്ളൂ. അപ്പോൾ കുപ്പിയിലാക്കി വെച്ച ശേഷം നമ്മുടെ ഊണ് കഴിക്കൽ അതും കൂടി ഉൾപ്പെടുത്തിയ ഒരു ചെറിയൊരു കുഞ്ഞൻ വീഡിയോ ആണ്. വീഡിയോ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ മുളക് കൊണ്ടാട്ടത്തിൻ്റെ അച്ചാർ കുപ്പിയിലാക്കി സെറ്റാക്കി വെച്ചു, അടച്ച് ഭദ്രമായിട്ട് എടുത്ത് വെച്ചു. നമുക്ക് വേണ്ടപ്പെടുത്ത് യൂസ് ചെയ്യാം, കഴിക്കാം കേട്ടോ. പിന്നെ നമുക്ക് പപ്പടം കാച്ചണം. പപ്പടം കാച്ചിട്ടില്ല, പപ്പടം കാച്ചിയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയും, ഞാൻ എണ്ണ ഒഴിച്ച് ചൂടായി കാച്ചണം പപ്പടം. ഊണ് കഴിക്കാൻ ടൈമായി, അപ്പോൾ ഊണ് കഴിക്കാൻ പപ്പടം കാച്ചി കളയാം. ഊണ് കഴിക്കുന്ന നേരത്ത് പപ്പടം കാച്ചി വെച്ചാൽ അതാണ് രസം. പിന്നെ മുമ്പേ കാച്ചി പാത്രത്തിലാക്കി വെച്ചൊക്കെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മുടെ എങ്ങനെയൊക്കെ സൗകര്യങ്ങൾ അതിനനുസരിച്ച് നമുക്ക് മാറ്റി മറിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ. ഓക്കെ വാ. അപ്പോൾ പപ്പടം കാച്ചി നമുക്ക് അടുത്തത് ഊണ് കഴിക്കാം. അത് കുറച്ച് കാച്ചുള്ളൂ, നമുക്ക് അന്നേരം കാച്ചാലോ. അപ്പോൾ ഓണമൊക്കെ അല്ലേ, പപ്പടവും അച്ചാറുകളൊന്നും അധികം കഴിക്കാൻ പാടില്ല എന്നൊക്കെ അതിന് പറയണത്. പക്ഷെ നമുക്ക് പിന്നെ വിശേഷങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ചേ കൂട്ടണ്ടേ, അതല്ലേ അതിൻ്റെ ഇത്. പിന്നെ എന്ത്, ഇനി അടുത്ത കൊല്ലല്ലേ ഓണക്കുള്ളൂ. അപ്പം അങ്ങനെ ചോറുള്ള മാമ്പുവാണ്. ചോറൊക്കെ വിളമ്പി നമുക്ക് നമ്മുടെ കറികൾ നോക്കാം. കയ്പ്പയ്ക്ക കറിയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും കൂടി ഉപ്പേരി ഉണ്ട്. ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റായൊരു ഉപ്പേരിയാണ് കേട്ടോ. കഴിക്കാത്തവരൊക്കെ ഉണ്ടാക്കി കഴിച്ച് നോക്കണം. കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും കൂടി മിക്സ് ആക്കിയിട്ടുള്ളൊരു ഉപ്പേരി. അപ്പോൾ ചോറ് വിളമ്പി, ഉപ്പേരി വിളമ്പി, പപ്പടം വെച്ചു. നമ്മുടെ തൊടുകറി മുളക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കുക തന്നെ വേണം. ഉള്ളി വേണമെങ്കിൽ ഇടാം, ഉള്ളി ഇല്ലാണ്ട് ഉണ്ടാക്കാം, നമ്മുടെ ഇഷ്ടത്തിന് മാറ്റി ഉണ്ടാക്കാം. ഉള്ളി ഇട്ടാൽ ടേസ്റ്റ്, ഉള്ളി ഇട്ടില്ലെങ്കിൽ അത് വേറൊരു ടേസ്റ്റാവും. അങ്ങനെ ചോറ് വിളമ്പിയത് 2 പ്രാവശ്യം പെട്ടെന്ന് തോന്നുന്നു. ആദ്യ പ്രാവശ്യം വിളമ്പി കഴിഞ്ഞ ശേഷം അത് വീഡിയോയിൽ കുറച്ച് എന്തോ മാറി മറിഞ്ഞതൊക്കെയാണ്, ക്ഷമിക്കണം. അപ്പം അങ്ങനെ ചോറും കറിയൊക്കെ വിളമ്പം നമുക്ക് കയ്പ്പയ്ക്ക പുളി ഒഴിച്ചൊരു പുളിക്കറി ഉണ്ടാക്കിയത്. കയ്പ്പയ്ക്ക പുളി, അതും ഒരു അപാര ടേസ്റ്റുള്ളൊരു കറിയാണ്. 2 ദിവസം 3 ദിവസം വെച്ച് നമുക്ക് കൂട്ടാൻ പറ്റും. സിമ്പിൾ ആണ്, ടേസ്റ്റി ആയൊരു കയ്പ്പയ്ക്ക പുളിയാണ് കേട്ടോ. ഈ വീഡിയോ ഇടുന്നുണ്ട്, എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചിപ്പുളിയും ഇടാം, നമ്മുടേതായ രീതിയിലുള്ള ഇഞ്ചിപ്പുളി. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് വീഡിയോ എടുത്തിട്ട് ഇടാം. അപ്പോൾ ഇഞ്ചിപ്പുളിയും ഉപ്പേരി, പപ്പടം, നമ്മുടെ തൊടുകറി മുളക്, കൊണ്ടാട്ടം മുളകിൻ്റെ എല്ലാം കൂടി നമുക്കൊന്ന് ഊണ് കഴിക്കാം. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? എല്ലാവരും വരൂ, കഴിക്കാം. എല്ലാവരും ഓണമൊക്കെ നല്ല ആഘോഷിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നിവിടെ മഴയൊക്കെ ഉണ്ട്. നിങ്ങൾക്കൊക്കെ മഴ ഉണ്ടോ? ചെറുതായൊരു മഴ, കാര്യമായിട്ടില്ലേ, ഇനി ചെറുതായിട്ടുള്ളൊരു മഴ. അപ്പോൾ നമുക്ക് ഊണ് കഴിക്കാം. നല്ല 2 ദിവസം 3 ദിവസം വെച്ച് കൂട്ടാൻ പറ്റിയൊരു കയ്പ്പയ്ക്ക പുളിക്കറിയാണ്. പുളി ഒഴിച്ച കയ്പ്പയ്ക്ക പുളി. സിമ്പിൾ ആണ്, ടേസ്റ്റി, എല്ലാവർക്കും അറിയും. എന്നാൽ ഞാൻ എൻ്റെ രീതി എങ്ങനെയാണെന്നുള്ള വീഡിയോ എടുത്തിട്ടുണ്ട്, ഇടുന്നുണ്ട് കേട്ടോ. വീഡിയോ ഒക്കെ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് വർത്തമാനങ്ങൾ. അടിപൊളി മുളകാണ്. മുളക് നല്ല ടേസ്റ്റായൊരു മുളക്, കൊണ്ടാട്ടം മുളകിൻ്റെ തൊടുകറി സൂപ്പർ ടേസ്റ്റാണ്. അച്ചാറൊന്നും പറയാം, നമുക്ക് എടുത്ത് വെച്ച് കൂട്ടാൻ, കൊടുത്തയക്കാൻ, കുട്ടികൾക്ക് സ്കൂളിലേക്കും ഓഫീസുകളിലേക്കും കൊടുത്തയക്കാനും എല്ലാം എടുത്ത് വയ്ക്കാനും ഒക്കെ സിമ്പിൾ. നമ്മൾ നമുക്ക് പെട്ടെന്ന് കൂട്ടാൻ വയ്ക്കാം, ഒഴിവില്ല എന്നൊക്കെ വെച്ചാൽ അങ്ങനെയൊക്കെയുള്ള തട്ടിക്കൂട്ടൊക്കെ ഉണ്ടായിട്ട് നമുക്ക് ഊണ് കഴിക്കാം.
ചിലപ്പോൾ കറി വയ്ക്കാൻ ഒഴിവില്ല, സമയമില്ല, അല്ലെങ്കിൽ കറി വയ്ക്കാൻ ചിലപ്പോൾ ഉള്ളത് ഉണ്ടായിന്ന് വരില്ല. എപ്പോഴും നമുക്ക് ഒരേമാതിരി ആവുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓരോ ദിവസം ഓരോ മാതിരി ആവും, ഓരോ ദിവസം ഉണ്ടാവും, ഒരു ദിവസം ഉണ്ടാവില്ല, ഒരു ദിവസം വാങ്ങിക്കൊണ്ടിരാൻ ആളുണ്ടാവില്ല. അപ്പോൾ പല പല പ്രശ്നങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകും. നമ്മുടെ ജീവിതം അതാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ചോറ് മാത്രം വെച്ച് കഞ്ഞിയോ ചോറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. കുട്ടികളും കൊടുക്കാൻ പറ്റും. അധികം എരിവൊന്നും ഉണ്ടാവില്ല. മുളക് പൊടിയൊക്കെ വാങ്ങിച്ച് നമുക്ക് ഇട്ടാൽ മതി. നമ്മുടെ കൊണ്ടാട്ട മുളക് എരിവിന് അതിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റി മറിച്ചുണ്ടാക്കാം. ഏതൊരു ഡിഷ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് കൂട്ടണമെങ്കിൽ കൂട്ടാൻ, കുറയ്ക്കാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. എല്ലാവർക്കും അറിയും, എന്നാലും പറയാൻ കുറയ്ക്കാതൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഊണും ഇവിടെ കഴിയാറായി സംസാരിച്ചിട്ട്. എല്ലാവർക്കും വീണ്ടും 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 ഹാപ്പി ഓണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.